പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് നന്ദി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ശാലോം വിഷൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം തുറക്കട്ടെ, തിന്മയുടെ ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. ദൈവാത്മാവിൻ്റെ വലിയ സ്വരം കേട്ട് ദൈവ പ്രവർത്തനങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ സർവ്വമക്കളെയും അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവീക പ്രവർത്തനങ്ങൾ. ദൈവീക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ അല്പസമയം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ആമുഖമായ വചനം നമുക്ക് തരുന്നു ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവാക്യം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, എന്തെന്നാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നു. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി, ഒരടയാളം നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവീക പ്രവൃത്തിയെ അവിശ്വസിക്കുക, ദൈവീക പ്രവൃത്തികളെ അവിശ്വസിക്കുക, അതൊരു പീഡയാണ്. ദൈവീക പ്രവൃത്തികളെ മാനുഷ്യ ബുദ്ധിയിൽ ഒതുക്കുക, അതൊരു ദുരവസ്ഥയാണത്. ദൈവിക പ്രവൃത്തികളെ ഉപേക്ഷിക്കുക, ദൈവിക പ്രവൃത്തികളെ അവിശ്വസിക്കുക, അതൊരു തിന്മയുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. ആകയാൽ ഈ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, എങ്ങനെയാണ് ദൈവിക പ്രവർത്തനങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ള ഒരു ആത്മീയ വെളിപ്പെടുത്തലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു ആത്മീയ വെളിപ്പെടുത്തലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 5 ആത്മീയ മർമ്മങ്ങളാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാം. ദൈവീക പ്രവർത്തനങ്ങൾ മനുഷ്യബുദ്ധിയിലേക്ക് നമ്മൾ ഒതുക്കരുത്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടതിനെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. എനിക്ക് പ്രിയപ്പെട്ടതിനെ കുരുതി കഴിക്കാൻ തയ്യാറായാൽ മാത്രമേ എന്നിൽ നടക്കുന്ന ദൈവിക പ്രവർത്തനം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ദൈവം നമുക്ക് തരുന്ന അനുഭവങ്ങൾ, ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെയുള്ള അനുഭവങ്ങൾ, ഇതിലൂടെ ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവിക ശക്തി എന്നിൽ നടക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയണമെങ്കിൽ ഒന്നാമതായി നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസമാണ്. ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസമാണ്. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കുകയും ചെയ്താൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, പരിപൂർണമായിട്ടും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ മുന്നിൽ വരുന്ന മല പോലത്തെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ശങ്കിക്കാതെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് വിട്ടുപോകാൻ
അത് മാറിപ്പോകാൻ നീ കൽപ്പിച്ചാൽ, വിശ്വാസത്തോട് പറഞ്ഞാൽ അത് സംഭവിക്കും. വചനം പഠിപ്പിക്കുന്നു, യെശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 9-ാം തിരുവാക്യം, വിശ്വസിക്കുന്നില്ല എങ്കിൽ സുസ്ഥിതിയില്ല. വിശ്വസിക്കുന്നില്ല എങ്കിൽ നിനക്ക് പുരോഗതിയില്ല. വിശ്വസിക്കുന്നില്ല എങ്കിൽ നിനക്ക് അഭിവൃദ്ധിയില്ല. ആരാണോ വിശ്വസിക്കുന്നത്, കൺമിഴികൾ പൂട്ടി സർവ്വതും മറന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, അവർക്കാണ് ഉന്നതിയും പുരോഗതിയും. ആത്മീയമായ രംഗത്തായാലും ഭൗതിക രംഗത്തായാലും കുടുംബത്തിന്റെ മേഖലകളാണെങ്കിലും നിനക്ക് പുരോഗതി വേണോ, നിനക്ക് വളർച്ച വേണോ, ദൈവത്തിൽ പൂർണ്ണമായും നീ വിശ്വാസം അർപ്പിക്കണം. അതാണ് സുഭാഷിത ഗ്രന്ഥം 3-ാം അധ്യായം 5-ാം വാക്യത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക, സ്വന്തം ബുദ്ധിയെ നീ ആശ്രയിക്കരുത്. കർത്താവിൽ പൂർണ്ണമായും നീ വിശ്വാസം അർപ്പിക്കുക, നമ്മുടെ ബുദ്ധിയെ നീ ആശ്രയിക്കരുത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ജെറീക്കോ മതിൽ തകരുന്ന ഒരു രംഗം ഭൂരിഭാഗം ആളുകളും പലവട്ടം കേട്ടിട്ടുള്ളതായിരിക്കും. യോശുവയുടെ നേതൃത്വത്തിൽ ജെറീക്കോയിലേക്ക് പ്രവേശിക്കുകയാണ്. യോശുവ പ്രവാചകൻ പറഞ്ഞു, ഈ ജെറീക്കോ മതിലിന് ചുറ്റും 7 ദിവസം വലം വയ്ക്കണം. ഈ ജെറീക്കോ മതിലിന് ചുറ്റും 7 പ്രാവശ്യം വലം വയ്ക്കണം. ആട്ടിന്റെ കൊമ്പ് കൊണ്ടുള്ള കാഹളങ്ങളും വാഗ്ദാന പേടവും സംവഹിച്ചുകൊണ്ടുള്ള ഈ വലം വെപ്പ് 6 ദിവസം നടക്കണം. 7-ാം ദിവസം പുരോഹിതർ മുൻപിൽ നിന്നുകൊണ്ട് ഇതാ കാഹളധ്വനി മുഴക്കിക്കൊണ്ട് വാഗ്ദാന പേടം സംവഹിച്ചുകൊണ്ട് 7 പ്രാവശ്യം വലം വയ്ക്കണം. 7-ാം പ്രാവശ്യം വലം വെച്ച് കഴിയുമ്പോൾ ജനം മുഴുവൻ ആർത്തട്ടഹസിക്കണം. ആ സമയത്ത് ജെറീക്കോ മതിൽ വീഴുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക, ഒരു കോട്ട കൊത്തളം പിടിച്ചടക്കാൻ പോകുമ്പോൾ നേതൃത്വം നൽകുന്ന ജോഷുവ പറയുന്നു, 6 പ്രാവശ്യം ഈ മതിലിന് ചുറ്റും നടക്കണം, കാഹളധ്വനി മുഴക്കിക്കൊണ്ട് നടക്കണം, വാഗ്ദാന പേടകം സംവഹിച്ച് നടക്കണം. ഇത് ബുദ്ധിക്ക് നിരക്കുന്നതാണോ? ഇത് നിന്റെ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമാണോ? ഒരു വലിയ സൈന്യത്തെ പിടിച്ചടക്കാനായിട്ട് അതിന് ചുറ്റും നടന്ന് വലം വയ്ക്കാൻ പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ സാധിക്കും? എന്നെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം തരുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ നോക്കരുത്. നമ്മുടെ മാനുഷികമായ ബുദ്ധിയെ ദൈവത്തിന് സമർപ്പണം ചെയ്താലാണ് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുക. 7-ാം ദിവസം പുരോഹിതർ മുൻപിലും കാഹളധ്വനി മുഴക്കിക്കൊണ്ട് വാഗ്ദാന പേടകം സംവഹിച്ചുകൊണ്ട് ഇതാ ജെറീക്കോയ്ക്ക് വലം വയ്ക്കുകയാണ്. 7-ാം ദിവസം ആ വലം വയ്ക്കുന്ന സമയത്ത് 7 പ്രാവശ്യം വലം വയ്ക്കുന്ന സമയത്ത് ജെറീക്കോ മതിൽ തകർന്നു വീഴുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ഭോഷത്വം അനുഗ്രഹമാക്കി മാറ്റിയത് കണ്ടോ? മനുഷ്യ ബുദ്ധിക്ക് യോജിച്ചതല്ല ഈ പ്രവർത്തനം. ഇത് ദൈവിക കൃപയുള്ളവർക്കാണ് സാധിക്കുക. ഇത് ദൈവത്തിന്റെ ജ്ഞാനത്താലാണ് ജോഷുവ സമൂഹത്തെ അറിയിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പൂർണ്ണമായി നീ വിശ്വാസം അർപ്പിച്ചാൽ, നിന്റെ ബുദ്ധിയെ കർത്താവിന് വിട്ടുകൊടുത്താൽ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ സമർപ്പണം ചെയ്താൽ അത്ഭുതങ്ങൾ കാണാമെന്ന് എത്രയോ തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, എത്രയോ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസത്തിൽ ജെറൂസലം വചന കൂടാരത്തിന്റെ അൾത്താരയിൽ സാക്ഷ്യം നൽകിയ ഒരനുഭവം ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. അജിയും ലിൻഡയും അവിടെ ഈ ജെറൂസലം വചന കൂടാരവുമായി
വളരെ അടുത്ത പരിചയത്തിലുള്ളതാണ്. അവരുടെ ഒരു മകൻ ജെറുസലം ബൈബിൾ ഗ്രാമത്തിൽ പഠിച്ചു എന്നുള്ളതാണ് ഈ സ്നേഹബന്ധത്തിന് അടിസ്ഥാനം. രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുകയാണ്. 2 മാസമായപ്പോൾ ഡോക്ടറുടെ അടുത്ത് പരിശോധിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു, ആ കുഞ്ഞിൻ്റെ തല വളരെ ചെറിയതാണ്, മാത്രമല്ല മുറിച്ചുണ്ടാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യാനാണ് എൻ്റെ നിർദ്ദേശം. നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ഈ സങ്കടവുമായിട്ടാണ് ജെറുസലം വചന കൂടാരത്തിൽ അജിയും ലിൻഡോയും ഇവിടെ എത്തിച്ചേരുന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സൂചി പോലത്തെ ഈ കുഞ്ഞിൻ്റെ ശിരസ് പൂർണ്ണ എത്തിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. ആ കുഞ്ഞിൻ്റെ മുറിച്ചുണ്ട് തുന്നിച്ചേർക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. വിശ്വസിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു വിശ്വസിക്കുന്നു എന്ന്. എങ്കിൽ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണ്ട. ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടറോട് തങ്ങളുടെ ആഗ്രഹം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ തീരുമാനം പോലെ നടക്കട്ടെ. 9 മാസക്കാലം ഹൃദയത്തിൽ സങ്കടങ്ങളും മനസ്സിൽ ആകുലതയും പേറിക്കൊണ്ടാണ് ഈ കുഞ്ഞിനെ ഉദരത്തിൽ സംവഹിച്ചത്. അങ്ങനെ മാസം തികഞ്ഞ് കുഞ്ഞിന് ജന്മം നൽകി. ഡോക്ടർ പോലും അമ്പരന്ന് പോയി. പൂർണ്ണ വളർച്ച തലയ്ക്ക് വന്നിട്ടുണ്ട്. ഈ മുറിച്ചുണ്ട് കൂടിയിരിക്കുന്നതായിട്ട് കണ്ടത്. ആ കുടുംബത്തിന് വിശ്വാസം നോക്കിയ പ്രിയപ്പെട്ടവരെ, പ്രസവിച്ച് ഏതാനും നാൾ കഴിഞ്ഞപ്പോഴാണ്, ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കുഞ്ഞിന് മലദ്വാരമില്ല. എന്താ നിങ്ങൾ കേൾക്കുന്നത്? ഒരു വലിയ സങ്കടം തീരും മുമ്പേ മറ്റൊരു സങ്കടം. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്നു. അവിടെ കണ്ണുകളിൽ കണ്ണുനീരാണ്, ഹൃദയത്തിൽ വേദനയാണ്. ഇത്രയേറെ അത്ഭുതം പ്രവർത്തിച്ച് കുഞ്ഞിന് ശിരസിന് തലയ്ക്ക് പൂർണ്ണ വളർച്ചയെത്തി മുറിച്ചുണ്ട് മാറ്റിയ ആ കർത്താവ് ഈ രോഗം എടുത്തു മാറ്റും. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് തീശോടോട് പ്രാർത്ഥിക്കുക. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ആ സഹോദരി പറഞ്ഞത്, ചെരുപ്പിട്ട് നടക്കുന്ന എനിക്ക് ഏറ്റവും സന്തോഷകരമാണ്. ചെരുപ്പില്ലാതെ ഒരടി പോലും മുന്നോട്ട് നീങ്ങുന്നില്ല. ഞാനത് ഉപേക്ഷിക്കുന്നു. നഗ്നപാതയായി പള്ളിയിൽ പോകുമ്പോഴും വീട്ടിൽ നടക്കുമ്പോഴും മുറ്റമടിക്കുമ്പോഴും അപ്രകാരം. 2 ആഴ്ചകൾക്ക് ശേഷം ഡോക്ടറെ കാണിക്കാൻ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. അടഞ്ഞുപോയ ആ കുഞ്ഞിൻ്റെ മലദ്വാരം തുറന്നിരിക്കുന്നതാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് മല പോലെ വന്ന പ്രശ്നത്തെ ദൈവത്തിന്റെ കരങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ നടന്ന ഒരു അത്ഭുത സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ദൈവിക പ്രവൃത്തികളെ അനുഭവിച്ചറിയണമെങ്കിൽ ഒന്നാമതായി ദൈവത്തിൽ പരിപൂർണമായി വിശ്വാസം വേണം. 2, ദൈവത്തോട് സ്നേഹമുണ്ടായിരിക്കണം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവാക്യത്തെ നാം വായിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവിക പ്രവർത്തനങ്ങൾ നമുക്ക് സ്പഷ്ടമായി അനുഭവിക്കാൻ സാധിക്കുക. സമ്പത്ത്, പ്രശസ്തി, അധികാരം ഇവയെല്ലാം തരുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ പ്രവർത്തനം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. ഈ കാലഘട്ടത്തിലെ തരംഗമായി ഏതാനും നാളുകൾക്ക് മുമ്പ്
പത്രവാർത്തയിൽ വന്ന് നമ്മൾ വായിച്ചു കാണും. മാഞ്ചസ്റ്ററിന്റെ ഏറ്റവും വലിയ കളിക്കാരനായിരുന്ന ഫുട്ബോൾ താരമായിരുന്ന ഫിലിപ്പ് മുൾഡ്രെയിൻ 2008 കളിക്കളത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് സെമിനാരിയിലേക്ക് ചേർന്നത്. ഈ കഴിഞ്ഞ 2017 അയർലൻഡിലെ കത്തീഡ്രൽ ദൈവാലയത്തിൽ, സെന്റ് ആൻഡ്രൂസ് ദൈവാലയത്തിൽ വെച്ച് പുരോഹിതനായി തീർന്ന സംഭവം. അദ്ദേഹം പറഞ്ഞു, ഗോളുകൾ അടിച്ച് ജനങ്ങളുടെ കൈയടി നേടുന്നതിനേക്കാൾ ഉപരിയായി ഒരു ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബലിയർപ്പിച്ച് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കരകയറ്റുന്നത് ഞാൻ കൂടുതൽ അഭിമാനമുള്ളതായി കരുതുന്നു, വിലയുള്ളതായി കരുതുന്നു എന്ന്. ഗോളടിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കൈയടി വാങ്ങിച്ച് പ്രശസ്തിയുടെ നെറുകയിൽ ഉയരുന്നതിനേക്കാൾ ഞാൻ കൊതിക്കുന്നത് ഒരു എളിയ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് ബലിയർപ്പിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റി സ്വർഗത്തിന്റെ കയ്യടി ഏറ്റുവാങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് ഈ ലോകത്തെ വിട്ടുപേക്ഷിച്ച് ദൈവിക കാര്യങ്ങൾ വ്യാപൃതമാകാൻ സാധിക്കുന്നത്. വിലയുള്ളവന് കൊടുക്കുമ്പോൾ നിന്റെ ജീവിതം വിലയുള്ളതായി തീരുമെന്ന് നിനക്ക് തിരിച്ചറിഞ്ഞുകൂടെ? മൂന്നാമത്തെ ആത്മീയമായ മർമ്മമാണ് ദൈവപരിപാലനയിലുള്ള ഉറച്ച ബോധ്യം. ദൈവപരിപാലനയിലുള്ള ഉറച്ച ബോധ്യം. 91 സങ്കീർത്തനം 11 വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ ഇരിക്കാൻ അവർ നിന്നെ കരങ്ങളിൽ സംവഹിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴികളിൽ നടന്നു നീങ്ങുമ്പോൾ വഴികളിൽ സുരക്ഷിത നൽകുന്ന ഒരു കർത്താവ്, നമ്മുടെ വാഹനത്തിന്റെ പിറകെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പിന്നാലെ, നമ്മുടെ യാത്രയുടെ പിന്നാലെ സംരക്ഷണ കവചം സൃഷ്ടിച്ചുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാതെ കാത്തു സൂക്ഷിച്ച ആ നല്ല ദൈവത്തെ നീ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ആ ദൈവത്തോട് നന്ദി പറയാറുണ്ടോ? ആ ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? വചനം പഠിപ്പിച്ചു തരുന്നു, വഴികളിൽ നിന്നെ കാത്തുപാലിക്കുന്നു, നിനക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ കൈകളിൽ നമ്മെ സംവഹിക്കുന്നവനാണ് നമ്മുടെ സ്നേഹസമ്പന്നനായ ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായി ദൈവിക പ്രവർത്തനം തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ ആഴമുള്ള എളിമ വേണം, വിനയം വേണം. വചനം പഠിപ്പിക്കുന്നു, യെശയ്യാ 66:12, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുകയും ചെയ്യുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ആത്മാവിൽ എളിമയും അനുതാപവും ഉള്ളവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. അവർക്കാണ് ദൈവത്തിന്റെ പ്രവർത്തനം ഒരു ചെറിയ ചലനം പോലും വിവേചിച്ചറിയാനായിട്ടുള്ള കഴിവുണ്ടായിത്തീരുന്നത്. സുഭാഷിത പുസ്തകം 29 അധ്യായം 23 വാക്യത്തിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നു, അഹങ്കാരി നിലംപതിക്കും, വിനീത ഹൃദയ ബഹുമതി നേടും. അഹങ്കാരി നിലംപതിക്കും. പ്രിയപ്പെട്ടവരെ, സമ്പത്തിനെ കുറിച്ചോ സൗന്ദര്യത്തെ കുറിച്ചോ അധികാരത്തെ കുറിച്ചോ വലിയ അഹങ്കാരമായി നടക്കുന്നവര് നിലംപതിച്ച് കിടക്കുന്ന ദുരവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവിക പ്രവർത്തനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ആഴമുള്ള എളിമയും അനുതാപവും ഉണ്ടായിരിക്കണം. നാം എത്രയോ പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള തിരുവചനമാണ് ചുങ്കക്കാരനും പ്രീശനും ഒരുപോലെയാണ് ദൈവാലയത്തിൽ കടന്നത്. പക്ഷെ ഇറങ്ങി വന്നത് രണ്ട് വിധത്തിലാണ്. ഒരുവൻ ദൈവത്തിന്റെ സന്നിധി സ്വീകാര്യനായിട്ടാണ് കടന്നു വന്നത്, അപരൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും തിരസ്കൃതനായിട്ടാണ്. പ്രീശൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ ദശാംശം കൊടുക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു, ന്യായമായതെല്ലാം ചെയ്യുന്നുണ്ട്.
അവൻ ചെയ്ത സത്പ്രവൃത്തിയുടെ ഒരു പ്രഘോഷണമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നടത്തിയത്. എന്നാൽ ദൈവാലയത്തിൻ്റെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോലും മുഖമുയർത്താൻ സാധിക്കാതെ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ വർഷിക്കണമേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. അവൻ മാറത്തടിച്ച് അവൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകളും വേദനകളും ദൈവത്തിന് സമർപ്പിച്ച് യാത്രയായി. വചനം പഠിപ്പിക്കുന്നു, പ്രീശനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ ദൈവാലയം വിട്ടിറങ്ങി. കാരണം എന്തേ? എളിമ, വിനയം. പ്രിയപ്പെട്ടവരെ, എളിമ ഉള്ളിടത്താണ് ദൈവത്തിൻ്റെ കടന്നുവരൽ ഉണ്ടായിത്തീരുന്നത്, ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നത്. അഹങ്കാരിക്ക് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുവാൻ സാധ്യമല്ല. അഹങ്കാരികളെ ദൈവം ചിതറിക്കുകയും വിനീതരെ ഉയർത്തുകയും ചെയ്യുന്നവനാണ്. വിനീതർക്കാണ് അവിടുന്ന് ബഹുമതി നൽകുന്നത്. ആകയാൽ ആഴമുള്ള എളിമയുടെ ഒരു വ്യക്തിത്വം എനിക്ക് തരണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. അഞ്ചാമതായി, അവസാനമായും, ദൈവ ഇഷ്ടത്തോടുള്ള വിധേയത്വം നമുക്കുണ്ടാകണം. ദൈവം എന്താണോ എന്നിൽ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഇഷ്ടത്തെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായി മാറണം. യോഹന്നാന്റെ സുവിശേഷം 6:38 നാം വായിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിർവഹിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടി കേട്ടാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തമാണത്. എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിർവഹിക്കുമ്പോഴാണ് ദൈവിക പ്രവർത്തനങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ, എൻ്റെ ഇന്ദ്രിയങ്ങളിൽ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ബാറൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാനാണ് അവിടെ ദൈവമായ കർത്താവ് എന്ന് നീ അറിയും. അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ഞാൻ നിനക്ക് തരും. അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ഞാൻ നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, വിധേയത്വം എവിടെയുണ്ടോ അവിടെയാണ് വിജയം. വിധേയത്വം എവിടെയുണ്ടോ അവിടെയാണ് അനുഗ്രഹം. വിധേയത്വം എവിടെയുണ്ടോ അവിടെയാണ് അഭിഷേകം. സ്വന്തം മനസ്സിനെ കീഴ്പ്പെടുത്തുക, ദൈവത്തിനായി കീഴ്പ്പെടുത്തുക. ഈശോ പ്രാർത്ഥിച്ചില്ലേ, ജ്ഞാനികളിൽ നിന്നും വിവേകിമതിയിൽ നിന്നും മറച്ചു വെച്ച് ഈ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 ആത്മീയ മർമ്മങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നൽകിയത്. ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവ പരിപാലനയിലുള്ള ബോധ്യം, ആഴമായ എളിമ, ദൈവ ഇഷ്ടത്തോടുള്ള വിധേയത്വം. ഈ 5 ആത്മീയ സങ്കേതങ്ങളിലാണ് ദൈവിക പ്രവർത്തനങ്ങൾ എനിക്ക് കാണുവാനും എനിക്ക് അനുഭവിക്കാനും സാധിക്കുന്നത്. ഇതിനായി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാം. എവിടെയാണ് ദൈവിക പ്രവർത്തനങ്ങളിൽ നിന്ന് നടക്കുന്നതെന്ന് നിന്റെ ഹൃദയത്തിന്, നിന്റെ ആത്മാവിന് ദൈവം പ്രചോദനം തരുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നമ്മെ തന്നെ പൂർണ്ണമായും ദൈവകരങ്ങൾക്ക് സമർപ്പിക്കണം. എൻ്റെ ബുദ്ധിയെ ദൈവീക നിയന്ത്രണത്തിന് വിധേയപ്പെടുത്തണം. എൻ്റെ ആഗ്രഹങ്ങളെ ദൈവിക ആഗ്രഹങ്ങൾക്ക് ചേർത്ത് വയ്ക്കണം. എൻ്റെ പ്രവർത്തനങ്ങളെ ദൈവിക പ്രവർത്തനങ്ങളാക്കി മാറ്റി തരുവാൻ അതിനുള്ള കൃപയും അനുഗ്രഹവും തരണമേ എന്ന് ഈശോയോട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.